Om Namah Shivaya. Hello friends, welcome back to my YouTube channel. Welcome to Sandhya's Vlogs. ഇന്ന് ഫെബ്രുവരി 9 നമ്മുടെ എറണാകുളം ശിവക്ഷേത്രത്തിലെ തൃക്കൊടിയിറക്ക് മഹോത്സവത്തിന്റെ ദിവസമാണെന്ന് എല്ലാ ഭക്തജനങ്ങളും ഇത് കാണുന്നുണ്ടാവും. അമ്പലത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിന്റെ ഗോപുരവാതിൽക്കൽ തൊട്ട് ഇവിടെ കതിരകൾ നിരത്തി വെച്ചിരിക്കുകയാണ്. വെടിക്കെട്ട് സമയത്ത് പൊട്ടിക്കാനുള്ള കതിനകളാണ് ഇതെല്ലാം. ഫെബ്രുവരി 2 അതായത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു എറണാകുളം ശിവക്ഷേത്രത്തിലെ കൊടിയേറ്റ മഹോത്സവം നടന്നത്. അന്ന് ഞാൻ കിഴക്കേ ഗോപുരത്തിൻ്റെ അവിടെയുള്ള ഉത്സവ കാഴ്ചകളായിരുന്നു എൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിച്ചത്. ഇന്ന് നമ്മുടെ പടിഞ്ഞാറേ നടയിലുള്ള ഉത്സവ കാഴ്ചകളും പടിഞ്ഞാറേ നടയിൽ നിന്നും അമ്പലത്തിനകത്തേക്ക് കയറുന്ന ആ ഒരു ഭാഗവും ഭഗവാന്റെ സന്നിധിയിലുള്ള ഭാഗവും എല്ലാമാണ് ഞാൻ കാണിക്കുന്നത്. കാരണം കിഴക്കേ ഗോപുര നടയിലേക്ക് ഇപ്പം നമുക്ക് പ്രവേശിക്കുവാൻ തന്നെ സാധ്യമല്ല. കാരണം അതിനും മാത്രം ഉത്സവത്തിൻ്റെ തിരക്കും കാര്യങ്ങളും അവിടെ മുഴുവനും ഭാഗത്തും വെടിക്കെട്ട് സംബന്ധമായ കാര്യങ്ങളാണ് അവിടെ എല്ലാം. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും അവിടെ ഇനി സ്ഥലമേ ഇല്ല. കാരണം അതിന് മാത്രം തിരക്കാണ്. അപ്പോൾ ആ ഭാഗത്ത് കൂടിയൊന്നും നമുക്ക് കയറുവാനായിട്ട് സാധിച്ചില്ല. അതിനാൽ തന്നെ പടിഞ്ഞാറേ നടയിൽ കൂടിയാണ് നമ്മൾ ഇന്ന് പ്രവേശിച്ചത്. അപ്പോൾ വണ്ടി ആ ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ പടിഞ്ഞാറേ നടയുടെ സൈഡിൽ കൂടിയാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ വെടിക്കെട്ടിനായിട്ടുള്ള കതിനകൾ നിരത്തി വെച്ചിരിക്കുന്ന ആ ഒരു അസുലഭമായ നിമിഷങ്ങളും മുഹൂർത്തങ്ങളുമാണ് ഞാൻ എൻ്റെ വ്യൂവേഴ്സിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അതുമാത്രമല്ല, പടിഞ്ഞാറേ നടയിലൂടെയുള്ള അമ്പലത്തിനകത്തേക്കുള്ള ഒരു പ്രവേശന കവാടവും അവിടുത്തെ ഉത്സവ കാഴ്ചകളും എൻ്റെ വ്യൂവേഴ്സിലേക്ക് കഴിഞ്ഞ കൊടിയേറ്റം സമയത്ത് എനിക്ക് കാണിക്കുവാൻ സാധിച്ചില്ല. അപ്പോൾ അത് ഇന്ന് പടിഞ്ഞാറേ നടയിലൂടെയുള്ള ആ പ്രവേശന കവാടവും അവിടെ നിന്ന് ഭഗവാന്റെ സന്നിധിയിലേക്കുള്ള ആ ഒരു വഴിയും കാണിക്കുവാൻ സാധിച്ചതിൽ ഭഗവാനോട് ഞാൻ നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മൾ പടിഞ്ഞാറേ നടയിലൂടെ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഭഗവാനെ, അതായത് ശ്രീ മഹാദേവനെയും ദേവി പാർവതിയെയും സ്തുതിച്ചു കൊണ്ടുള്ള ഭക്തിഗാനങ്ങൾ വളരെ ഉച്ച ശബ്ദത്തിൽ ഇവിടെ ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഗാനങ്ങളൊന്നും എനിക്ക് യൂട്യൂബിൽ ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഭക്തരിലേക്ക് ഇത് എത്തിക്കാത്തത്. എന്നാൽ എൻ്റെ മനസ്സിൽ ആ ഒരു ഭക്തി സാന്ദ്രമായ ആ ഒരു വികാരം എത്രത്തോളം ഉണ്ടെന്ന് എൻ്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഈ ഗാനത്തിൻ്റെ ആ ഒരു നിമിഷം എത്ര വികാരഭരിതമായിരിക്കും എന്നുള്ളത് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും അറിയാൻ സാധിക്കുന്നുണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ്. ഭഗവാൻ ശിവന്റെ ഭക്തിഗാനങ്ങൾ, ദേവി പാർവതിയുടെ ഭക്തിഗാനങ്ങൾ, ഗണപതി ഭഗവാന്റെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഭക്തിഗാനങ്ങൾ അത്യുച്ചത്തിലാണ് ഇവിടെ ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വികാരം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളിലും അതിസാന്ദ്രമായി തന്നെയുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ ഭക്തർക്കും അതേ ഒരു വികാരം ഉണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ്. ഇന്ന് ഫെബ്രുവരി 9 ഉത്സവത്തിൻ്റെ സമാപന ദിവസമാണ്. അതായത് തൃക്കൊടിയിറക്ക് മഹോത്സവ ദിവസം. അതേപോലെ തന്നെ ആറാട്ടിൻ്റെ കൂടി ദിവസമാണ്. ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ നിന്നും ഭക്തജനങ്ങൾ ഈ ഒരു അസുലഭ നിമിഷം കാണുവാനായി എത്തിച്ചേർന്നിരിക്കുന്നു. ഭക്തരുടെ ഒരു പ്രവാഹമാണ് നമുക്കിവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ശിവഭക്തി ഗാനങ്ങൾ, പാർവതി ദേവി ഭക്തിഗാനങ്ങൾ കേൾക്കുന്നതോടൊപ്പം തന്നെ മനസ്സിൽ മഹാദേവന്റെയും ദേവി പാർവതിയുടെയും നാമം ഭജിച്ചുകൊണ്ട് തന്നെയാണ് ഭക്തജനങ്ങൾ അവിടെ ഇരിക്കുന്നത്. കൊടിമരത്തിന്റെ ചുവട്ടിൽ കണ്ണിൽ എണ്ണയൊഴിച്ച് ആ ഒരു അസുലഭ നിമിഷത്തിനായി എല്ലാ ഭക്തജനങ്ങളും തിങ്ങിക്കൂടിയിരിക്കുന്നു. കൊടിയിറക്ക മഹോത്സവത്തിന് ശേഷം തന്റെ ഭക്തരെ കാണുവാൻ ഭഗവാൻ മഹാദേവൻ എഴുന്നള്ളുന്നുണ്ട്. ആ ഒരു പുണ്യമായ കാഴ്ചയും നമുക്കിവിടെ കാണാൻ ഇന്ന് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പടിഞ്ഞാറേ ഗോപുരം. ഇന്ന് നമ്മൾ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അകത്തുകൂടിയാണ് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് ഇന്ന് പ്രവേശിച്ചത്. പടിഞ്ഞാറേ ഗോപുരത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്നത് മഹാദേവന്റെ ആ ഒരു പ്രതിഷ്ഠയാണ്. കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ എല്ലാവരും ഭക്തിസാന്ദ്രമായി കാത്തിരിക്കുകയാണ്. ക്ഷേത്രത്തിന് ചുറ്റും ദീപാലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞും ഭഗവാൻ സന്നിധി അലങ്കാരഭരിതമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും തിരു ഉത്സവം സമാപിക്കുമ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും വിഷമം തന്നെയാണ് മനസ്സിൽ. എന്നാൽ അടുത്ത വർഷം ഇതേപോലെ ഉത്സവം കൂടുവാൻ സകല ഐശ്വര്യങ്ങളും ആരോഗ്യവും ആയുസ്സും ഭഗവാൻ തരട്ടെ എന്ന് നമ്മൾ എല്ലാവരും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ സന്നിധിയിൽ തൊഴുകൈകളോടുകൂടി മനസ്സും ശരീരവും ഭഗവാന് സമർപ്പിച്ച് നിൽക്കുന്ന അമൂല്യമായ നിമിഷങ്ങൾ തന്നെയാണിത്. ഇപ്പോൾ സമയം വൈകുന്നേരം 7 മണിയായി. 7 മണി തൊട്ട് 7:30 വരെയും ഇവിടെ വെടിക്കെട്ട് നടക്കുന്ന സമയമാണ്. ഇപ്പോൾ അവിടെ വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ട നിരത്തി വെച്ചിരിക്കുന്ന കതിനകളെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. അവിടെ പൊട്ടി തകർക്കുകയാണ്.
കഥനകളെല്ലാം 7:30ക്കും 8:00നും ഇടയ്ക്കാണ് കൊടിയിറക്ക മഹോത്സവത്തിൻ്റെ സമയം പറഞ്ഞിരുന്നത്. ഇനി അടുത്തത് കൊടിയിറക്ക മഹോത്സവമാണ് നടക്കാൻ പോകുന്നത്. ആ ഒരു പുണ്യ നിമിഷം കാണുവാനായി മനസ്സ് മുഴുവനും ഭഗവാനിൽ അർപ്പിച്ച് എല്ലാവരും, ഞാൻ ഉൾപ്പെടെ കാത്തു നിൽക്കുന്നു. അങ്ങനെ ആ ഒരു പുണ്യമായ നിമിഷമാണ് ആഗതമായിരിക്കുന്നത്. കൊടിമരത്തിൽ നിന്നും തൃക്കൊടി താഴത്തേക്ക് താഴുകയാണ്. മനസ്സ് മുഴുവനും ഭഗവാനിൽ അർപ്പിച്ച് എല്ലാ ഭക്തജനങ്ങളും തൊഴുകൈകളോടുകൂടി നിൽക്കുകയാണ്. അങ്ങനെ 2025 എറണാകുളം ശിവക്ഷേത്രത്തിലെ കൊടിയിറക്കും മഹോത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓം നമഃ ശിവായ. ഇത്തവണത്തെയും തൃക്കൊടിയേറ്റവും തൃക്കൊടിയിറക്കവും കാണാൻ സാധിച്ചതിൽ കോടാനുകൂടി പ്രണാമം ഭഗവാന് അർപ്പിച്ചുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങളെല്ലാം അവിടെ കാത്തിരുന്നു. 3 ഗജവീരന്മാരാണ് അവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഭഗവാന്റെ തിടമ്പ് ഒരു ഗജകേസരി വീരന്റെ മുകളിൽ ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിപ്പിച്ചുകൊണ്ടുള്ള ആറാട്ടു മഹോത്സവമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 3 ഗജവീരന്മാരും അണിനിരന്ന് കഴിഞ്ഞു. ഈ കാഴ്ച ഭക്തരിലേക്ക് ഞാൻ എത്തിക്കുന്നു.
2025 എറണാകുളം ശിവക്ഷേത്രത്തിലെ കൊടിയേറ്റ മഹോത്സവത്തിൻ്റെ സമാപന ദിവസമായിരുന്നു ഇന്ന്. ഇവിടെ വരാനും ഭഗവാൻ സന്നിധിയിൽ നിന്നുകൊണ്ട് കൊടിയേറ്റവും അതേപോലെ കൊടിയിറക്കവും കണ്ട് ആ ഒരു അമൂല്യമായ നിമിഷം ആസ്വദിക്കാനും അത് എൻ്റെ എല്ലാ വ്യൂവേഴ്സിലേക്കും ഈ ഒരു നിമിഷം എത്തിക്കാനും സാധിച്ചതിൽ ഭഗവാന് കോടാനുകോടി പ്രണാമം ഞാൻ നൽകുന്നു. ഇതേപോലെ തന്നെ അടുത്ത വർഷവും ഇവിടെ വന്ന് ഭഗവാൻ സന്നിധിയിൽ നിന്ന് കൊടിയേറ്റവും കൊടിയിറക്കവും കാണാനുള്ള ഭാഗ്യം തരണമേ എന്ന് ഞാനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു. അതിനായി ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും എല്ലാവർക്കും ഭഗവാൻ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഒരു വീഡിയോ ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.